ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങാലോ എന്ന് ചെറിഞ്ഞപ്പോൾ അതാ പണി, മഴയോട് മഴ. അങ്ങനെ ഗൈസ് നമ്മളിന്ന് പോകുന്നത് യോഗീശ്വര എന്താ ഒരു ഗുഹ എന്ന് പറഞ്ഞാൽ എനിക്കറിയുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, നടന്ന് അവിടത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു 5-8 മിനിറ്റോളം നമ്മളിങ്ങനെ കുന്നും മലി ഇറങ്ങിയ പോലെ കുറേ സ്റ്റെപ്പും കാടെല്ലാം ഇറങ്ങി അവസാനം നമ്മൾ എത്തിച്ചേർന്നത് ബീച്ചിലേക്കാണ് ഗൈസ്. വഴി മാറിപ്പോയി. അപ്പം തന്നെ അപ്പാണ് എന്നോട് പറയുന്നുണ്ട്, എനിക്ക് സമാധാനമായില്ലേ, ഇനി എന്തായാലും നമുക്കൊന്ന് കടൽ കണ്ടിട്ട് വരാം, ഇനി ഇവിടം വരെ വന്നിട്ട് എവിടെയും പോയില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടലിലേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ അപ്പാടിനും അയോസ് ഉണ്ടല്ലോ കളിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ പോകുമ്പോൾ അപ്പാണ് എന്നോട് ഫുഡ് ഞാൻ പറഞ്ഞ് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, എന്തായാലും അവിടെ ഒന്ന് കയറിയിട്ട് തന്നെ പോവാം. അങ്ങനെ നമ്മൾ ഗുഹേൻ്റെ അടുത്തെത്തി. അതിൻ്റെ ഇടയിൽ ചങ്ങായി എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് എടുക്കുന്ന മണിക്ക് കോൺസെൻട്രേഷനും കൊടുത്ത് നേരെ കുത്തനെ നടന്നു. അങ്ങനെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ പോകുന്നുണ്ട്. ആ പോകുന്ന വഴിക്ക് എന്തൊക്കെയോ ഇങ്ങനെ കൊത്തുപണി പോലെയൊക്കെ എടുത്തിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് വെച്ചിട്ട് കാണുന്നുണ്ട്. ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഉണ്ടായിട്ടില്ല ഇതിന് പോകുമ്പോൾ. പക്ഷേ എങ്കിൽ ഫുൾ ചുറ്റിലും ബീച്ച്, അതിൻ്റെ നടുവിലായിട്ട് ഒരു ഗുഹ, അങ്ങനത്തെ ഒരു രൂപമാണ് ഉണ്ടായത്. ഞാൻ പോയിട്ട് കണ്ടിട്ട് നോക്കുമ്പോൾ പറഞ്ഞ ഗുഹ, അതായത് കുറേ ആൾക്കാരുണ്ടായിരുന്നേ. നമ്മൾ പോകുന്ന ടൈം തന്നെ, നമ്മൾ പോയി കഴിഞ്ഞിട്ടും കുറേ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ അവിടുന്ന് വിളക്കൊക്കെ കത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് നമ്മൾ തിരിച്ച് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വിശന്ന് ഇരിക്കുന്ന അപ്പണ്ണ ഒന്ന് വിശപ്പ് ശമിപ്പിക്കാലോ എന്ന് വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയി. അങ്ങനെ നമ്മൾ നേരെ സെക്യൂറിയിലേക്ക് വിട്ട് സെക്യൂറിയിൽ കയറി ഫുഡ് കോർട്ടിലിരുന്ന് അയ്യൂസിനൊരു ബലൂൺ വാങ്ങിക്കൊടുത്ത് ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഫുഡ് വന്ന് ചിക്കൻ്റെ സ്റ്റീക്കും പിന്നെ സാൻഡ്വിച്ചും മാംഗോ ജ്യൂസും കൂടി ഓർഡർ ചെയ്ത് അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.